കലോത്സവ വേദിയിൽ സുരക്ഷ മാത്രമല്ല പോലീസിന്റെ ഉത്തരവാദിത്തം, കരുതൽ കൂടിയാണ്. കേരള പോലീസ് അസോസിയേഷന്റെയും ഓഫീസ് അസോസിയേഷന്റെയും നേതൃത്വത്തിൽ ഇവിടെ എത്തുന്നവർക്ക് ഭക്ഷണം, ലഘു ഭക്ഷണവും ഒപ്പം തന്നെ കുടിവെള്ളവും ഒക്കെ വിതരണം ചെയ്യുന്നുണ്ട്. നമുക്ക് ആദ്യം വിവരങ്ങളൊക്കെ ചോദിക്കാം. എന്തൊക്കെയാണ് നമ്മുടെ കേരള പോലീസ് അസോസിയേഷന്റെ നേതൃത്വത്തിലൂടെ ചെയ്തു വരുന്നത്? കേരളത്തിലെ കലോത്സവങ്ങൾ എല്ലാ കലവും ജനങ്ങൾ നെഞ്ചിലേറ്റുണ്ട്. അതോടൊപ്പം തിരുവനന്തപുരത്ത് എത്തിയപ്പോൾ ഒരു വലിയ ഉത്സവമായി തന്നെ അത് മാറുകയാണ്. അതിൻ്റെ ഭാഗമായി ഏകദേശം 600ഓളം പോലീസ് ഉദ്യോഗസ്ഥർ വിവിധ തലങ്ങളിൽ ഇവിടെ ഡ്യൂട്ടിയിലുമുണ്ട്. അപ്പോൾ ആ ഡ്യൂട്ടിക്ക് അപ്പുറം ഇവിടെ വരുന്ന കുട്ടികളെയും അവരുടെ രക്ഷാകർത്താക്കളെയും, അതായത് മത്സരാർത്ഥികൾ, അവരുടെ രക്ഷകർത്താക്കൾ, സ്കൂളിലെ അധ്യാപകർ ഉൾപ്പെടെയുള്ളവർക്ക് ഈ കനത്ത ചൂട് ഏൽക്കുമ്പോൾ ഞങ്ങൾ കുടിവെള്ളവും അതുപോലെ ലഘുഭക്ഷണവും ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളാണ് കേരളത്തിലെ പോലീസ് സംഘടനകൾ, തിരുവനന്തപുരം ജില്ലയിലെ 4 യൂണിറ്റുകൾ ഉൾപ്പെടുന്ന പോലീസ് സംഘടനകൾ ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുക. തീർത്തും സൗജന്യമായാണ് ഇത്തരത്തിൽ കൊടുക്കുന്നത്. ചുക്ക് കാപ്പിയുണ്ട്, ഓറഞ്ചുണ്ട്, പഴങ്ങളുണ്ട്, അതുപോലെ വൈകുന്നേരം നമ്മൾ പുഴുങ്ങിയ പഴം, അത് ഐസ്ക്രീം, ഓരോ ദിവസവും ഓരോ രീതിയിലുള്ള ഭക്ഷണമാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഇനി വരുന്ന ഓരോ ദിവസവും അത് തുടർച്ചയായി നൽകാൻ തന്നെയാണ് തീരുമാനം. അതോടൊപ്പം തന്നെ പോലീസ് സംഘടനകൾ നാളെ ഒരു ദിവസത്തെ പുത്തരിക്കണ്ടത്തെ ഭക്ഷണം വിളമ്പുന്നതിനുള്ള ചുമതല ഉൾപ്പെടെ അതിൻ്റെ ഭാഗമായും പോലീസ് സംഘടനയുടെ പ്രവർത്തനം ഏൽക്കുന്നുണ്ട്. തീർച്ചയായും ഇത്തരത്തിലുള്ള ഡ്യൂട്ടിക്കിടയിലും വലിയ രീതിയിൽ ഈ സംരക്ഷണം ഒരുക്കുന്ന ഡ്യൂട്ടിക്കിടയിലും ഞങ്ങൾ അതിൻ്റെ അപ്പുറം സമയം കണ്ടെത്തിക്കൊണ്ടാണ് ഈ പോലീസ് സംഘടനകൾ ഈ വൈബിനൊപ്പം ഭാഗമാകുന്നത്. ആനന്ദപുരിയുടെ ഉത്സവത്തിൽ പോലീസ് സംഘടനകളും പോലീസുകാരും ജനങ്ങളോടൊപ്പം എന്നും ഉണ്ടാകുമെന്നുള്ള ഒരു സന്ദേശം കൂടി ഞങ്ങൾ ഇതിലൂടെ നൽകുകയാണ്. അപ്പോൾ ഈ സുരക്ഷ മാത്രമല്ല, ചെറിയ കുട്ടികളുടെ കരുതൽ കൂടി കേരള പോലീസ് ഏറ്റെടുത്തിരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ പറഞ്ഞത് അത് പറയാം. സുരക്ഷ മാത്രമല്ല, കരുതലും കൂടിയാണ് നമ്മളത്. ഈ കത്തുന്ന വെയിലിൽ ഈ വരുന്ന ആളുകളെ സംരക്ഷിക്കുക, അവർക്കുള്ള ഈ ക്രമീകരണങ്ങൾ ഒരുക്കുക എന്നുള്ളതാണ് നമ്മുടെ ചുമതല. എന്തായാലും കേരള പോലീസ് മികച്ച ഒരു പ്രവർത്തനം നടത്തി വരികയാണ്. ഇന്ന് എന്തൊക്കെയാണ് ഇവിടെ ഭക്ഷണം വിളമ്പുന്നത്? ഇന്നിപ്പോൾ രാവിലെ ഓറഞ്ചാണ്, ഈ ചൂട് സമയത്ത് ഓറഞ്ച് ആണ് കൊടുക്കുന്നത്. അത് ഇവിടെ വരുന്ന വിദ്യാർത്ഥികൾക്ക്, രക്ഷിതാക്കൾക്ക്, ഇവിടെ വരുന്ന എല്ലാവർക്കും, ഇവിടെ ചുറ്റുവട്ടത്ത് ഡ്യൂട്ടി ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് എല്ലാവർക്കും ഉണ്ട്. പിന്നെ ജീരകവെള്ളമുണ്ട്, കുടിവെള്ളമല്ലാതെ ഉണ്ട്. ഉച്ചയ്ക്ക് ശേഷം 4 മണി മുതൽ കട്ടൻ കാപ്പിയുണ്ട്, ഏത്തപ്പഴം പുഴുങ്ങിയതുണ്ട്. അതുപോലെ 7 മണി മുതൽ ത്രൂ ഔട്ട് ചുക്ക് കാപ്പി വിതരണം ചെയ്യുന്നുണ്ട്. നാളെ മറ്റ് വിഭവങ്ങളാണ്. കുട്ടികളും രക്ഷിതാക്കളും മാത്രമല്ല, ഇവിടെ ഒരുപാട് പോലീസുകാരും ഡ്യൂട്ടിക്കുണ്ട്. അല്ല, ഞങ്ങളെ ഉദ്ദേശം അത് തന്നെയാണ്. ഇവിടെ വരുന്ന എല്ലാവർക്കും, പോലീസ് ഉദ്യോഗസ്ഥർക്കും രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും വരുന്ന മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെയുള്ള മുഴുവൻ ജനങ്ങൾക്കും നമ്മൾ ഇതിൻ്റെ സേവനം നമുക്ക് സൗജന്യമായി ലഭ്യമാക്കുന്നുണ്ട്. ഞങ്ങളുടെ ഉദ്ദേശം തന്നെ ഇതാണ്. നമ്മുടെ ഒരു ജനസൗഹൃദ പോലീസ് എന്നുള്ള രീതിയിലേക്ക് സംഘടനകൾ ഒരു പാലമായി നിൽക്കുന്ന ഒരു കാലഘട്ടമാണ് നമുക്കുള്ളത്. അതുകൊണ്ട് തന്നെ സംഘടന ഇത്തരം പ്രവർത്തനങ്ങൾ നമ്മൾ എല്ലാ കാലത്തും, എല്ലാ ഉത്സവ പരിപാടിയിലും, ഇപ്പോൾ അനന്തപുരി ഈ ഉത്സവം ഏറ്റെടുത്തിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി തന്നെ പോലീസ് സംഘടനകൾ ഏറ്റെടുത്തിട്ടുള്ള ഭാഗമാണ് നടത്തുന്നത്. എന്തായാലും കലോത്സവം പൊടി പൊടിക്കുമ്പോൾ അവർക്കൊപ്പം തന്നെ നിന്നുകൊണ്ട് എല്ലാ സഹായവുമായി പോലീസുകാരും മുൻപന്തിയിൽ തന്നെ. രജീഷ് നരിക്കുനി, സി മലയാളം ന്യൂസ്, തിരുവനന്തപുരം. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.